ഹലോ, വെൽക്കം ബാക്ക് ടു കെറ്റ്ലാൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രശസ്തമായ ബൗദ്ധ സ്മാരകമായ സാഞ്ചി സ്തൂപിയിലേക്കാണ്. മധ്യപ്രദേശ് സംസ്ഥാനത്തിലെ സാഞ്ചി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്തൂപം ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിലെ മഹാനായ അശോക ചക്രവർത്തി നിർമ്മിച്ചതാണ്. ബുദ്ധൻ്റെ അവശിഷ്ടങ്ങളെ ആദരിച്ച് നിർമ്മിച്ച സ്മാരകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് സാഞ്ചി സ്തൂപം കണക്കാക്കപ്പെടുന്നത്. ഇന്നപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. ഈ സ്തൂപിക്കുള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. സാഞ്ചി സ്തൂപം ഏകദേശം 2000 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. അതിൻ്റെ ചരിത്രവും കലയും കാരണം ഇത് ലോകപ്രശസ്തമായ ഒരു സ്മാരകമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുനെസ്കോ ഇത് ലോക പൈതൃക സൈറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന വലിയ ഗോളാകൃതിയിലുള്ള ഘടനയാണ് സ്തൂപം. ഇതിൻ്റെ ചുറ്റിലും മനോഹരമായ കല്ലിൽ കൊത്തിയ കവാടങ്ങൾ കാണാം. ഈ കവാടങ്ങളെ തോരണ എന്ന് വിളിക്കുന്നു. ഇവയിൽ ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളും ബൗദ്ധമതത്തിൻ്റെ വിവിധ ചിഹ്നങ്ങളും ശില്പരീതിയിൽ കൊത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എല്ലാത്തിനും പെർമിഷൻ ഇല്ല വീഡിയോ എടുക്കാൻ. ദൂരെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബുദ്ധസ്തൂപമാണ്. ബുദ്ധനെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കാൻ നിർമ്മിച്ച ഒരു ബൗദ്ധ സ്മാരകമാണ് സ്തൂപം. സ്തൂപങ്ങൾ ഗോളാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലായി ഹർണിക എന്ന ചെറിയ ഭാഗവും അതിന് മുകളിൽ ഛത്ര എന്ന കുട പോലെയുള്ള ഘടനയും കാണാം. ഇത്തരത്തിലുള്ള സ്തൂപങ്ങൾ ബുദ്ധമതത്തിൻ്റെ ചരിത്രവും ആത്മീയതയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സ്മാരകങ്ങളാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഭോപ്പാലിൽ വരുമ്പോൾ ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കണം. നിങ്ങൾക്കറിയാമോ, സാഞ്ചി സ്തൂപം ഇന്ത്യയുടെ 200 രൂപ നോട്ടിലും കാണാം. ഇന്ത്യയുടെ പുരാതന പൈതൃകത്തിൻ്റെ പ്രതീകമായതിനാലാണ് ഈ സ്മാരകത്തിൻ്റെ ചിത്രം നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്തൂപത്തിൻ്റെ സമീപത്ത് കാണുന്ന ഈ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ പഴയ ബൗദ്ധ മഠങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. പഴയ കാലത്ത് ബൗദ്ധ സന്യാസികൾ ഇവിടെ താമസിക്കുകയും ധ്യാനം ചെയ്യുകയും ചെയ്തിരുന്നു. കാലക്രമേണ കെട്ടിടങ്ങൾ നശിച്ച് ഇന്ന് അവശിഷ്ടങ്ങൾ മാത്രമാണ് ബാക്കി. ഇനി നമുക്ക് നടന്നുകൊണ്ട് വീഡിയോകളെല്ലാം കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാഞ്ചിയിലെ ഏറ്റവും വലിയ സ്തൂപമാണ്. ഈ സ്തൂപത്തിന് 4 വശങ്ങളിലും മനോഹരമായ കല്ല് കവാടങ്ങളൊക്കെ കാണാം. കുറേ നമുക്ക് നടക്കാനുണ്ട്. ഇവയിൽ ബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ശില്പങ്ങളൊക്കെ കൊത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുന്നതാണ് പ്രദക്ഷിണ പാത എന്നതിന് പറയുന്നത്. സ്തൂപത്തിന് ചുറ്റും ഒരു വഴിയുണ്ട്. ഭക്തർ സ്തൂപത്തെ ചുറ്റി നടക്കുന്നത് ബൗദ്ധ ആരാധനയുടെ ഭാഗമാണ്. പിന്നെ കല്ലുവേലി എന്നാണ് ഈ സൈഡിൽ കെട്ടിയതിന് പറയുന്നത്. സ്തൂപത്തിന് ചുറ്റും ഒരു കല്ലുവേലി പോലുള്ള നിർമ്മാണം കാണാം. ഇത് പുരാതന ബൗദ്ധ ശില്പകലയുടെ നല്ലൊരു ഉദാഹരണമാണ്. എക്സ്പ്ലെയിൻ ചെയ്യണം ചേച്ചിന്ന്. ചേച്ചി കാണുന്നത് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഞങ്ങളാരും ഇനി കാണാൻ പോകണം. മമ്മി ഇനി അവിടുന്ന് അമ്മ
ഇവിടെ സാഞ്ചി സ്തൂപം മാത്രമല്ല, ഇവിടെ പഴയ ബൗദ്ധ മഠങ്ങളും അശോക സ്തംഭവും മറ്റു നിരവധി ചരിത്ര സ്മാരകങ്ങളും കാണാൻ കഴിയും. ഹിസ്റ്ററിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ് ഇവിടെ വന്ന് കാണാനൊക്കെ. പിന്നെ ബുദ്ധൻ്റെ പ്രതിമകളും ഒക്കെ കാണാൻ, പഴയ പൊട്ടിപ്പൊളിഞ്ഞ ബുദ്ധൻ്റെ വലിയ വലിയ വിഗ്രഹങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഫോട്ടോ എടുക്കാൻ പിള്ളേരോട് പറയും. നമ്മൾ ഈ സ്മാരകങ്ങളൊക്കെ കണ്ടതിന് ശേഷം സാഞ്ചിയിൽ ഒരു ചെറിയ മ്യൂസിയവും കൂടി കാണാനുണ്ട്. ഇവിടെ പഴയ പൊട്ടിയ ശില്പങ്ങളും ബൗദ്ധ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷനൊന്നും ഇല്ല. ഇന്ത്യയുടെ ഈ മനോഹരമായ ചരിത്ര സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സാഞ്ചി സ്തൂപത്തിൻ്റെ ഈ ചെറിയ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ, സീ യു.